ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നല്ല അടിപൊളി വീഡിയോ ആണ് കേട്ടോ. ഇതുപോലൊക്കെ നല്ല അടിപൊളിയിൽ ഫ്ലവറിങ് ഒക്കെ ചെയ്തിട്ടുള്ള കടലാസ് പൂവ് ബോഗൺവില്ല. അപ്പോൾ ഇതുപോലത്തെ ബോഗൺവില്ല നമുക്ക് എങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ പൂക്കുന്നതെന്നൊക്കെ നോക്കാം. അപ്പോൾ വീട്ടിലുള്ളവർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്സാണ് കേട്ടോ ഇത്. ഇപ്പോൾ നന്നായിട്ട് പൂക്കുന്ന ഒരു സീസണാണല്ലോ ഇത്. അപ്പോൾ ചിലരുടെ വീട്ടിൽ ചിലപ്പോൾ ഇത് പൂത്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് കാണുന്നതിന് നല്ല ഭംഗിയുള്ളൊരു കളറാണിത്, ഒരു അടിപൊളി കളറാണ്. അപ്പോൾ നമുക്കിത് ഇത്രയും വലിയ പൂവായിട്ടും അല്ലെങ്കിൽ ഒരു ചെറിയ ചട്ടിയിൽ ഇത്രയും പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തത് നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്ന ടിപ്സ് എന്ന് പറയുന്നത്, കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ബോട്ടിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം. കുറച്ച് മതി, ഓവറായിട്ടൊന്നും വേണ്ട കേട്ടോ. ഇനി ഞാൻ ഒരു തക്കാളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. തക്കാളിയാണ് ഇതിൻ്റെ ആ ടിപ്സ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നല്ല ന്യൂട്രീഷനും വിറ്റാമിൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഞാൻ ഇതേപോലെ തക്കാളി ഒന്നിങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, വട്ടത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഇതിലേക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അത് നിങ്ങൾ ഇട്ട് വെച്ച് ഇരുന്നാൽ മതി. ഓവർ വെള്ളം വേണമെന്നില്ല, ഇത് മുങ്ങിക്കെടുക്കാനുള്ള വെള്ളം മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത്രയും ഞാനിതിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് 2 ദിവസം റസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. 2 ദിവസം ഇത് വെച്ചിരുന്നാൽ അതിൻ്റെ ആ ഒരു കളറും കാര്യങ്ങളൊക്കെ മാറും. അപ്പോൾ 2 ദിവസം വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ വെള്ളത്തിൻ്റെ ഈ ഒരു കളർ ഇങ്ങനെ ആയിട്ടുണ്ട്. അത് നന്നായിട്ട് ഇങ്ങനെ പുളിച്ച് വരാൻ വേണ്ടിയിട്ടാണ് 2 ദിവസം നമ്മളിത് മാറ്റി വെക്കുന്നത്. ഇനി നമുക്കിതൊന്നൊരു വേറെ പാത്രത്തിലേക്കൊന്ന് അരിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആദ്യം നന്നായിട്ടൊന്ന് ഒരു കമ്പോ കൊള്ളിയോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സത്തും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അതിൽ യോജിക്കും, അതിൽ ചേർന്ന് അലിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ ഇത് നമ്മളൊരു പാത്രത്തിലേക്കൊന്ന് അരിച്ചെടുക്കുക കേട്ടോ. അതില്ലാണ്ടൊന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ 1 ലിറ്ററിൻ്റെ ഒരു പാത്രം ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു പാത്രം ഫുള്ളായിട്ട് ഇതിലേക്ക് ഒരു ബാക്കി പച്ചവെള്ളം, സാധാ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ലൂസാക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു തിക്നെസ് കുറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതേപോലെ കൊണ്ടുപോയിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു എഫക്റ്റ് കാര്യങ്ങൾ പെട്ടെന്ന് അതിന് ബാധിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊന്ന് അതേപോലെ ഒഴിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ആദ്യമൊക്കെ ഉണ്ടായിരുന്ന ആ പൂക്കളുണ്ടല്ലോ, നമ്മുടെ ഫ്ലവർ ചെയ്തിട്ട് കുറേ ടൈം ആയിട്ടുള്ള ഒരു കളർ പോയിട്ടുള്ള പൂക്കളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പറിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളർ മാറിയിട്ടുണ്ട്, റോസ് കളറായിട്ടുണ്ട്. ഒരു നല്ല റെഡിഷ് കളറാണ്, ഒരു അടിപൊളി കളറാണത്, കാണാൻ ഭംഗിയുള്ളൊരു കളറാണ്. അതൊന്ന് വാടി റോസ് കളറായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ഒഴിവാക്കി കൊടുക്കുക, ഒഴിവാക്കി കൊടുക്കുക. ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് തന്നെ മാറ്റാനുണ്ട്. ഞാൻ അപ്പോൾ കൈകൊണ്ട് അതിന് പിച്ചെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഇതിന് ചൂടുഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഞാൻ അതിൽ കുറച്ച് ഉള്ളിത്തോടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഇത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ ആ ഒരു ശിഖരങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഫ്ലവറിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ഫുള്ളായിട്ട് എത്രത്തോളം കുറ്റിയാക്കാൻ പറ്റും അത്രത്തോളം കുറ്റിയാക്കിയിട്ട് ഇത് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ ഫുൾ ശിഖരങ്ങളും വെട്ടി കൊടുത്ത് നല്ല ഭംഗിയിൽ ഇതിങ്ങനെ ഫ്ലവറിങ് ചെയ്ത് നിൽക്കും, നല്ല പൂത്ത് നിൽക്കുന്നതാണ് കേട്ടോ. ഇതിൽ ഫ്ലവറിങ് ഉണ്ടാവാനൊന്നും ഒരു പണിയുമില്ല, അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഇത്രയും ചെയ്താൽ മതി. ഇതിൻ്റെ ആ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് വെട്ടി കൊടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ ഞാൻ കുറച്ച് ദിവസം മുമ്പ് എടുത്ത് വെച്ച വീഡിയോ ആയിരുന്നിട്ടത്. ഞാൻ കുറച്ച് ഉള്ളിത്തോട് ഉണ്ടായിരുന്നു, അത് ഞാൻ ഇതിലേക്ക് വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ അതിൻ്റെ വെള്ളത്തോട് കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് വെച്ചിട്ടുള്ള ഒരു ഉള്ളിൻ്റെ തോടുണ്ടല്ലോ, തോല്, അത് നിങ്ങളിതിലേക്കൊന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇട്ട് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മണ്ണും ചകിരിച്ചോറും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഫ്ലവറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആക്കുന്നതാണ്. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ താങ്ക് യു. നല്ല നല്ല വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ, ബൈ.